നമസ്കാരമുണ്ട്. താജുമാങ്ങോട് 5-10 വർഷത്തിൻ്റെ ഉള്ളിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു 30-40% പിന്നെ ആൾക്കാർ, യുവാക്കൾ കിഡ്നി രോഗത്തിന് അടിമപ്പെടും. കിഡ്നി രോഗം കൊണ്ട് ഡയാലിസിസ് ചെയ്ത് ജീവിക്കേണ്ട ഒരു രീതിയിലേക്ക് മാറും. കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ വെളുത്തിട്ട് പാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റനിങ് ക്രീം, അത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. നമ്മൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ക്രീമുകളുടെ ഒക്കെ സൈഡ് എഫക്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ബ്രാൻഡഡ് സാധനം നിങ്ങൾ ഉപയോഗിച്ചു, പക്ഷെ ബ്രാൻഡഡ് സാധനം ഉപയോഗിക്കുമ്പോൾ നല്ല സാധനം ബ്രാൻഡഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടാൻ മാസങ്ങളോ വർഷങ്ങളൊക്കെ നിൽക്കേണ്ടി വരും. ഇതങ്ങനല്ല, ഇത് 10-20 ദിവസം കൊണ്ട് വെളുത്തിട്ട് പാറുകയാണ്. അതുകൊണ്ട് നമ്മളെ ശരീരത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. കിഡ്നി അടിച്ചു പോകും എന്ന് പറയുമ്പോഴേക്ക് നമ്മളൊക്കെ പുച്ഛിക്കാണ്. ഈ പറയുന്ന ഞാനടക്കം ഡോക്ടർമാർക്ക് പിരാന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഡോക്ടർമാർ വിശദീകരണവുമായി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ സ്കിൻ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഈ സ്കിന്നിൽ വരുന്ന എല്ലാ ഇതും അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് നമ്മളെ കിഡ്നി ആണെന്നാണ് ഡോക്ടർമാർ പറയുന്നുള്ളത്. ഞാൻ പറയുന്നതല്ല, ഡോക്ടർമാർ പറയുന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ യൂട്യൂബിലായാലും ഗൂഗിളിലായാലും എല്ലാ പ്ലാറ്റ്ഫോമിലും ഇതിന്റെ വിശദ വിവരങ്ങൾ പല ഡോക്ടർമാരും വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഈ അവിടുന്ന് ഇവിടുന്നും വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. അതിൽ യാതൊരു സംശയമില്ല, ഒരുപാട് നല്ല റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതിനെപ്പറ്റി ഒരിതും അറിയാതെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് പൈസ ആയാൽ മതി. കെമിക്കലുകളും മെർക്കുറിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനം നമ്മൾ തേച്ച് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരാരും തിരിഞ്ഞു നോക്കൂല, നമ്മൾ തന്നെ അനുഭവിക്കണം. അതിൽ യാതൊരു സംശയമില്ല. ദയവ് ചെയ്ത് ഇത് ഉപയോഗിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, എന്താണ് നിങ്ങൾ കറുത്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇവിടെ പ്രശ്നം? സമൂഹം നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ഇവിടെ കറുത്തവനും വെളുത്തവനും ഒക്കെ ഇവിടെ സ്ഥാനമുണ്ട്. നിങ്ങൾക്കത് തോന്നുകയാണ് കറുത്താൽ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി ആദ്യം നിങ്ങളെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. നമ്മളൊക്കെ മണ്ണിൽ നിന്ന് വന്ന് മണ്ണായി പോകേണ്ട ആൾക്കാരാണ്, മനസ്സിലായില്ല? അതിന്റെ ഇടയിൽ കുറച്ച് കാലങ്ങളിൽ ജീവിച്ച് തീർക്കുമ്പോഴേക്ക് ആ തന്ന ആരോഗ്യത്തോടു കൂടി കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ഇടയിൽ വെളുത്തിട്ട് പാറാൻ ഇങ്ങനെയുള്ള നിങ്ങൾ തേച്ചോ, നിങ്ങളുടെ ഇഷ്ടമാണ്, തേക്കുന്നതും ഇതാക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ട് അതിന് സമൂഹത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾക്ക് പറയാൻ പോലും നാണക്കേടാണ്. കാരണം എന്താണ് ഇത്, കള്ളു കുടിച്ചിട്ടോ കഞ്ചാവ് വലിച്ചിട്ടോ അല്ല ഈ സാധനം പോയത്. നിങ്ങളത് ഈ സാധനം പോയത് ഈ വെളുത്തിട്ട് പാറാൻ വേണ്ടി തേച്ച ക്രീമുകൾ തേച്ചിട്ട് പോയതെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ നിങ്ങൾക്കും നാണക്കേടാണ്. ആൾക്കാർ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിൽ എനിക്ക് ആരോടും പറയാത്ത ഡയാലിസം ചെയ്ത് കുറച്ചു കാലം ഡയാലിസം ചെയ്യുമ്പോഴേക്ക് അത് മരണത്തിലേക്ക് കീഴടങ്ങി പോവുകയാണ്. ചിലപ്പോൾ സാമ്പത്തികമുള്ളവനൊക്കെ 60-50 ലക്ഷം രൂപ ചെലവിട്ടിട്ട് കിഡ്നിയൊക്കെ മാറ്റി വെക്കും. ഇല്ലാത്തവരോ, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമ്മൾ യുവാക്കൾ ഒരു 10-15 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ വെളുത്തിട്ട് പാറാനുള്ള ക്രീം തേച്ചിങ്ങനെ നടക്കുകയാണ്. നമ്മൾ കാസർഗോഡ് ജില്ലക്കാരാണ് ഏറ്റവും കൂടുതൽ. ഞാൻ കാസർഗോഡുകാരനാണ്. എൻ്റെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ, നാട്ടിലല്ല കാസർഗോഡ് ജില്ലക്കാർ ഒരുപാട് ആൾക്കാർ ഈ ക്രീം ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അവരോട് നമുക്ക് എന്ത് പറയാനാണ്? വാങ്ങുന്നവരോട് നമുക്ക് പറയാം, നിങ്ങൾ വാങ്ങല്ലേ, നിങ്ങളെ ശരീരം രക്ഷിക്കുന്നുള്ളൂ. വിൽക്കുന്നവർ പിന്നെ ഇനി എന്ത് കാട്ടിയാലും വിൽക്കും, അതിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്രയും വലിയ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഈ വൈറ്റനിങ് ക്രീമിൽ വരുന്നുണ്ട്. നിങ്ങൾ ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങി തേച്ചോ, ബ്രാൻഡ് സാധനം ഏതാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെങ്കിൽ അതിന് ബ്രാൻഡ് സാധനങ്ങൾ തേച്ചതിന് റിസൾട്ടൊക്കെ കുറവാണ്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ മെല്ലെ റിസൾട്ട് കിട്ടുള്ളൂ. അതിന് വലിയ സൈഡ് എഫക്ട് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതന്നെ തേക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് കറുത്തവർക്കും വെളുത്തവർക്കും ഒക്കെ ഇവിടെ സമത്വമുണ്ട്. അതില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രശ്നമാണ്, നമ്മളെ മാത്രം പ്രശ്നമാണ്. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. എന്നെ പൊങ്കാലിടാൻ വരരുത് കേട്ടോ. പൊങ്കാലിടാൻ വന്നു കഴിഞ്ഞാൽ കമന്റുകൾ നിങ്ങൾക്ക് എന്ത് പറയാം, തെറി വിളിച്ച് വന്നു കഴിഞ്ഞാൽ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ പ്രതികരിക്കുക. അതിന് യാതൊരു സംശയമില്ല. ഓക്കെ, ശരി എന്നാൽ.